ഹായ്, ഇന്നലത്തെ മഴയ്ക്ക് ഒരുപാട് മുരിങ്ങാപ്പൂവ് വീണിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ വേണ്ടി വന്നു ഇതെല്ലാം ഒന്ന് പൊറുക്കിയെടുക്കാൻ വേണ്ടി. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കൊണ്ട് നമുക്ക് നല്ലൊരു വറവുണ്ടാക്കാം. ഒരു 5-6 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് നിറച്ചുമില്ല, ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് കറിവേപ്പിലയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ മുരിങ്ങാപ്പൂവിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ കറികൾ.